നമസ്കാരം. പ്രീത സീസണൽ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് മാവിൽ എങ്ങനെയാണ് വീഗ്രാഫ്റ്റ് ചെയ്യുന്നത്, അതോടൊപ്പം മൾട്ടിഗ്രാഫ്റ്റ് ചെയ്യുന്നത് കാണിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ വലിയ വിലയൊക്കെ കൊടുത്ത് നഴ്സറിയിൽ നിന്നൊക്കെ മാവുകളൊക്കെ വാങ്ങിക്കാം. എന്നാൽ നമ്മുടെ വീട്ടില് ഒരു മാവ് നട്ടുപിടിപ്പിച്ചിട്ട് അത് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ കഴിയും. ഇഷ്ടമുള്ള ടൈപ്പ് മാവ് അതിനെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഗ്രാഫ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്രാഫ്റ്റ് ചെയ്ത ശേഷം 2 വർഷം ആകുമ്പോഴത്തേക്ക് ഇത് കായ്ക്കും. ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ കായ്ച്ച മാവിന്റെ കമ്പ് മാത്രമേ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കൂ. ഇത് ഞാനിപ്പോ ഇന്നത്തെ വീഡിയോയില് വി ഗ്രാഫ്റ്റിംഗ് എങ്ങനെയാണ്, അതോടെ തന്നെ മൾട്ടി ഗ്രാഫ്റ്റിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചത്. മൾട്ടി ഗ്രാഫ്റ്റിംഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരു മാവില് പലതരത്തിലുള്ള മാങ്ങ നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയും. അപ്പൊ ഗ്രാഫ്റ്റ് ചെയ്യാൻ ആദ്യമായിട്ട് വേണ്ടുന്നത് പറഞ്ഞാല് ഇത് റൂൾ സ്റ്റോക്ക് ആണ്. ഇപ്പൊ എനിക്ക് ഇത് ഈ മഴ നിങ്ങൾക്ക് കാണിക്കാനുള്ളൂ. ഇത് ഫുള്ളി ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഏകദേശം നോക്കി നമ്മൾ മാവ് നോക്കാത്തതിന് കുഴപ്പം എനിക്ക് 20 വർഷമായൊരു മാവാണിത്. ഇതിന് ചുറ്റും വാഴയായിരുന്നു. അപ്പൊ അതുവരെ എനിക്ക് ഗ്രാഫ്റ്റിങ്ങിനെ പറ്റി അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ മാവ് നട്ടിട്ട് അങ്ങ് പോയി. 20 വർഷമൊക്കെ കഴിഞ്ഞു. എന്റെ മോള് കുഞ്ഞായിരുന്ന സമയത്താണ് ഈ മാവ് നട്ടത്. അപ്പൊ മോടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പൊ നോക്കിയാൽ മാവ് ഒരു ചെടി നമ്മൾ നോക്കിയില്ലെങ്കിൽ ഈ മാതിരി കുഴപ്പങ്ങളൊക്കെ സംഭവിക്കും. ഇപ്പൊ ഞാൻ ഗ്രാഫ്റ്റിംഗ് പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് ഈ മാവിനെ തിരക്കി ഇവിടെ വരുന്നത്. അപ്പം ഇതുപോലൊക്കെ നമ്മൾ സംരക്ഷിച്ചാൽ മാത്രമേ ഇതിപ്പോ എന്നെ കായ്ക്കേണ്ട മാവ. ഇപ്പൊ ഞാനിപ്പോ ഗ്രാഫ്റ്റിംഗ് പഠിച്ച ശേഷം ഞാനിത് ചെയ്യാൻ പോവുകയാണ്. ഈ കമ്പിലാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. റൂസ്റ്റോക്കും സയോണും ഏകദേശം ഒരേ ഖനമുള്ളതായിരിക്കും. ഏകദേശം പെൻസിൽ തെക്കിന സയോൺ രണ്ടും വിളഞ്ഞ കമ്പാണ്, കുഴപ്പമില്ല. നമ്മൾക്ക് ഈ കമ്പ് എടുക്കുമ്പോൾ അതിന്റെ എന്റെ ഭാഗം നോക്കിയാണോ കൂമ്പ് പോലെ ഒന്നിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കമ്പ് വേണം ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാനുണ്ട്. ഇപ്പൊ ഇന്നലെ ഇല കട്ട് ചെയ്തൊക്കെ വെച്ചേക്കാണ്. കുറച്ചുകൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമുക്ക് മൂർച്ചയുള്ളൊരു കത്തി വേണം ഉപയോഗിക്കാം. അപ്പൊ നമുക്കിതിനെ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഇവിടുന്ന് കട്ട് ചെയ്ത് വിടാം. നമ്മുടെ കൈയൊക്കെ നല്ലതായിട്ട് സാനിറ്റൈസ് ചെയ്ത ശേഷം വേണം ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. കാരണം ഇത് സർജറിയാണ്. നല്ല ഷേപ്പ് കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിനെ വി ഷേപ്പ് കട്ട് ചെയ്യും. ഇതൊരു ഷേപ്പ് ആക്കിയിട്ട് ചെറിയൊരു കമ്പിന്റെ ആവശ്യവും ഉണ്ടോ. ഇങ്ങനെ നമ്മൾ ചെത്തിയെടുക്കുമ്പോൾ ചതയാൻ പാടില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്തു വിജയിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്യാതിരിക്കരുത്. കാരണം ആദ്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ടേപ്പ്, ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വാങ്ങിക്കും. അതാണെങ്കിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ കിട്ടും. ഏകദേശം 200 രൂപ എടുത്ത ഒരു 150 മീറ്ററോളം ഗ്രാഫ്റ്റിംഗ് ടേപ്പ് നമുക്ക് കിട്ടും. അത് ഉപയോഗിക്കാൻ നല്ല ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചിലർ പറയും പ്ലാസ്റ്റിക് അവർ കീറിയ എടുത്താൽ മതി. അങ്ങനെ ഒന്നും കീറിയിട്ട് കാര്യമില്ല. ഇതൊന്നും ശരിയാവുകയില്ല. ഗ്രാഫ്റ്റിംഗ് ടേപ്പ് തന്നെ ഉപയോഗിക്കണം. ഇത് ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് ചേർന്നിരിക്കണം. അപ്പം നോക്കുകയാണേ, നമ്മൾ ചെത്തി റെഡി ആക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ പിച്ചാത്തി തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ല. ഗ്രാഫ്റ്റിംഗ് കത്തി നമ്മൾ കറിക്കത്തി ഒന്നും ഉപയോഗിക്കരുത്. ഗ്രാഫ്റ്റിംഗ് ചെയ്യാനായിട്ട് വേറൊരു കത്തി വാങ്ങി, ചെറിയൊരു കത്തിയുടെ ആവശ്യമുള്ളൂ. ബ്ലേഡ് ഉപയോഗിച്ചാൽ നമുക്ക് പറ്റത്തില്ല. കാരണം ബ്ലേഡിന്റെ സെന്റർ ഭാഗം ഒരുമാതിരി ഇരിക്കല്ലേ. അപ്പൊ അത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇടയ്ക്കൊന്നും എല്ലാം ഇളയിപ്പോ. നമുക്ക് ആണ്ട് നോക്കിയാൽ ഗ്രാഫ്റ്റ് നമ്മൾ കീറിയിട്ടുണ്ട്. നോക്കി ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചേ ഉള്ളൂ. അപ്പൊ കുറച്ച് ഉടക്കുകയാണ്. ഏകദേശം ഇത്രയും നീളത്തിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കണം. ഈ ഗ്രാഫ്റ്റ് കീറിയ ഭാഗം വെളിയിൽ കാണാൻ പാടില്ല. അതൊക്കെ സാവധാനം കീറിയാൽ മതി. ഇങ്ങനെ കീറി വെച്ച് കഴിഞ്ഞു. ഇത് കറക്റ്റായിട്ട് ഇരിക്കും. ഏതെങ്കിലും ഒരു സൈഡ് കറക്റ്റായിട്ട് ചേർന്നിരിക്കണം. നമ്മളിങ്ങനെ പിടിച്ചു വെച്ചു കൊടുക്കണം. ഇത് ഉണ്ടോ, ഇപ്പൊ കറക്റ്റാണ് ചേർന്നിരിക്കുന്നുണ്ടോ. ഇങ്ങനെ ചേർന്നിരുന്നെങ്കിൽ മാത്രമേ ഗ്രാഫ്റ്റിംഗ് വിജയിക്കത്തുള്ളൂ. നമുക്കിതിന് ഇങ്ങനെ ടേപ്പ് ചുറ്റിക്കൊടുക്കും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു തുമ്പിങ്ങനെ വിട്ട് വേണം നമ്മൾ ചേപ്പിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ തുമ്പ് വിടുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വലിച്ചു മുറുക്കണം. കറക്റ്റായിട്ട് ചേർന്നിരിക്കുകയും വേണം. ഇങ്ങനെ ചേർന്നിരിക്കുക. നിങ്ങൾ വെക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കോണം, ഇങ്ങനെ ചേർന്നിരിക്കുന്നുണ്ടോ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ പുറത്തോട്ട് തള്ളിയിരിക്കുക. പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് നമ്മുടെ അകത്ത് കയറി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. ടേപ്പ് ഇങ്ങനെ ചുരുളാൻ പാടില്ല കേട്ടോ. വലിയ മഴയുള്ള സമയത്ത് ഗ്രാഫ്റ്റ് ചെയ്യാനാണ് എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ വലിയ ഉണക്കടിക്കത്തില്ല. ഇത് പെട്ടെന്ന് കിളിച്ചു വരികയും ചെയ്യും. ഇനി ഗ്രാഫ്റ്റിംഗ് ഇത് മാത്രമല്ല, പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ ഗ്രാഫ്റ്റ് ചെയ്ത ശേഷം ഇങ്ങനെ ഒരു കെട്ടിടും. നല്ലതായിട്ട് ഇത് വലിച്ചു മുറുക്കി കെട്ടണം. ഇത് ഇങ്ങനെ അഴിഞ്ഞു പോകാതെ
കേട്ടോ. ഇത് നമ്മുടെ സൗകര്യത്തിൽ നിൽക്കുന്ന ഒരു കമ്പല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? കവറിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് നമ്മളിങ്ങനെ നല്ലോണം കുലുക്കി കവറിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം വേണം. എന്നിട്ട് ഈ വെള്ളം കളയും. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇടുക. ഇതിപ്പം എല്ലാവരും പറയും സിപ്പപ്പ് കവർ വേണം. അപ്പൊ സിപ്പപ്പ് കവർ നമുക്ക് ബുദ്ധിമുട്ടാ. അപ്പൊ കടയിൽ ഈ സാധനം പഞ്ചസാരയൊക്കെ തൂക്കി തന്നെ കവർ കിട്ടും, കടകളിലൊക്കെ വാങ്ങി. അതേലെ കവർ എടുക്കുക, നല്ലതായിട്ട് വെള്ളം നനയ്ക്കുക, ഇത് ഉണക്കിട്ട് കെട്ടുക. ഇത്രയാണ്. ഒരു 15-20 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ പൊടിച്ചു വരും. ഈ കവർ ഇടുന്ന ട്രാൻസ്പെറന്റ് കവറിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇത് കിളിച്ചല്ലേ നമുക്ക് ഈ കവറിൽ കൂടെ കാണും. നന്നായിട്ട് കിളിച്ചു വന്ന ശേഷം മാത്രമേ കവർ അഴിക്കൂ. അങ്ങനെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്താണ് ഇത്. ഇതിലത് നമ്മുടെ മൂവണ്ട മാവാണ്.